സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുഴികളൊക്കെ ചാടുമ്പോഴൊന്നും നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വലിയ കുഴികളാണെങ്കിൽ നമുക്കിതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട്, അതായത് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സ്റ്റെബിലിറ്റിയുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ടോ എന്നുള്ളത്, അതായത് മറ്റ് SUV-കൾ ഓടിക്കുന്നതിൽ നിന്ന് ഇതിന് സ്റ്റെബിലിറ്റി കുറച്ച് കുറയുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഓക്കെ എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഈ സസ്പെൻഷനും സ്റ്റെബിലിറ്റിയും അത്ര ഗ്രേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3XOയ്ക്ക് അത്ര ഗ്രേറ്റ് ഒന്നുമല്ല, പക്ഷേ മോശമല്ല താനും. ഇനി എൻജിൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്ററിൻ്റെ ഓട്ടോമേറ്റഡ് എൻജിനാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്. ഇൻഫാക്ട് നമ്മൾ ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റ് ചില വണ്ടികളിൽ ഞാൻ ഓവർടേക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്കൊരു പുറകോട്ടൊരു പിടുത്തം വരാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ ഇന്ന് വരെ 3XOയ്ക്ക് വന്നിട്ടില്ല. അതേസമയം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻജിൻ നോയ്സ് കുറച്ച് കൂടുതലാണ്. ഒരു പക്ഷേ ഇതൊരു 3 സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു എൻജിൻ നോയ്സ് ഉണ്ടാകുന്നത്. കാരണം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇൻഫാക്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട് വണ്ടിക്ക് ഒച്ച കൂടുതലുണ്ടോ എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച്, ഡ്രൈവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വണ്ടിയിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നോയ്സ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റേഷനായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഓവറോൾ ഒരു 3 months യൂസർ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാറിൽ വളരെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 13 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നൽകുന്ന ഒരു SUV അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒരു കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ 100% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ് തന്നെയാണ്. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓൾ ഇൻ ഓൾ ഇൻ ഡെപ്ത് റിവ്യൂ ആയിട്ടൊന്നും കണക്കാക്കണ്ട. കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് ഒരു 5000 കിലോമീറ്റേഴ്സ് ഓടിച്ചതിൻ്റെ ആ ഒരു ഫീഡ്ബാക്കാണ് ഞാനിപ്പോൾ നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊരു ആ രീതിയിൽ മാത്രം കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാറിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്.